ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചില മുറിവുകളെ ഉണങ്ങും, ചിലത് മരണം വരെ കൂടെ ഉണ്ടാകും. വിപിൻ പറഞ്ഞതുപോലെ ഈ തുക ഒരു കടമ, അത് ഞാൻ വീട്ടും. ഞാൻ നിന്നെ ചതച്ചു. അതല്പം ക്രൂരവുമായിരുന്നു. അന്നൊക്കെ ഞാൻ കരുതിയത് ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെടുത്തുവെന്നാ. പക്ഷേ അതൊക്കെ വെറുതെയാടോ. നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നെ വിട്ടുപോയി. ഞാൻ കാരണം നിനക്ക് ജീവിതം നഷ്ടപ്പെട്ട പോലെ എനിക്ക് എന്റെ ജീവിതവും നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടാ ഒരുപക്ഷെ നീ എന്നെ കാറി തുപ്പുമായിരിക്കും. പക്ഷേ മനസ്സിലുള്ളത് പറയാതെ പോയാ അതങ്ങനെ ബാക്കിയെടുക്കും. വീണ, മറക്കാനും പൊറുക്കാനും തയ്യാറാണെങ്കിൽ നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് 50 ലക്ഷം രൂപയ്ക്ക് നല്ല വിലയുണ്ട്. അതാ പ്രൊഡ്യൂസർക്ക് കൊടുത്ത് നിങ്ങൾ എന്നെ വിലക്കെടുക്കാൻ പോവാണോ? അല്ല, അങ്ങനൊന്നും അല്ല. വീണ, പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ വീണയോട് പറയില്ല. നീ സാവകാശം ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയാ മതി. ജീവിതത്തെ ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാത്ത നമ്മൾ രണ്ടുപേരും ഇപ്പോ ജീവിതത്തിന്റെ ചൂടറിഞ്ഞു വരിക. എനിക്ക് ജീവിതത്തിൽ അല്പം സ്വസ്ഥത വേണം. അതിന് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് തിരുത്തിയേ പറ്റൂ. അതിനാണ് എന്റെ അപേക്ഷ. അതിനൊരു മറുപടി പറയാറാകുമ്പോ വീണ എന്നെ വിളിക്കേ. ഇപ്പോ വീണയ്ക്ക് എവിടെയാ പോകേണ്ടത്? ഞാൻ അവിടെ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ തനിച്ചു പൊയ്ക്കോളാം. ചില മുറിവുകളെ ഉണങ്ങും, ചിലത് മരണം വരെ കൂടെ ഉണ്ടാകും. വിപിൻ പറഞ്ഞതുപോലെ ഈ തുക ഒരു കടമ, അത് ഞാൻ വീട്ടും. അച്ഛാ, ഇന്ന് ഭാഗവതം വായനയ്ക്ക് ശേഷം ഒരു തിരുമേനി പ്രസംഗിച്ചില്ലേ? അത് ഐക്കര സുകുമാരൻ പോറ്റിയ. അദ്ദേഹം മോക്ഷത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പം മുതല് എന്റെ മനസ്സിലൊരു സംശയം. എന്താ സംശയം എന്ന് പറ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആത്മാക്കൾക്ക് സ്വർഗവും നരകവും ഒക്കെ വിധിക്കുന്നത് അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ലേ? ഒരാൾ ജീവിതകാലം മുഴുവൻ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ അദ്ദേഹത്തിന് കൃത്യസമയത്ത് ബലി അർപ്പിക്കാതിരിക്കുകയോ ഓർക്കാതിരിക്കുകയോ ചെയ്ത അദ്ദേഹത്തിന് സ്വർഗം വിലക്കുന്നത് തെറ്റല്ലേ? അങ്ങനെയൊക്കെയാണെങ്കിൽ ആളുകള് നന്മ ചെയ്യാൻ മടിക്കില്ലേ? മോളെ, എന്താ കുഴപ്പമെന്നറിയോ? ഒരാളെ അയാള് മാത്രമായിട്ട് മനസ്സിലാക്കിയ നീ ചോദിച്ച ചോദ്യം ശരിയാ. പക്ഷേ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു നിലനിൽപ്പുണ്ടോ? ഇല്ല.
ഉദാഹരണത്തിന് അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. അച്ഛന്റെ പൂർവികരുണ്ട്, മകളായിട്ട് നീയുണ്ട്, ബന്ധുക്കളായിട്ട് ശിവാനന്ദനുണ്ട്, അവന്റെ കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അച്ഛന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രവൃത്തി ദോഷം വന്നാ അത് മോളെ ബാധിക്കില്ലേ? മറിച്ച് മോളുടെ ഭാഗത്തുനിന്നൊരു ദോഷം വന്നാ അത് അച്ഛനെയും ബാധിക്കില്ലേ? ഇല്ലേ മോളെ? ആ, മനുഷ്യരുടെ കാര്യം അങ്ങനെയാ. അയാളുടെ പൂർവജന്മവും അയാൾക്ക് ചുറ്റുപാടുള്ളവരും സന്തതി പരമ്പരകളും എല്ലാം അയാളെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്ത് വേണം? ഒരാൾ നന്നായാൽ മാത്രം പോരാ, അയാളുടെ കുലത്തിലുള്ള എല്ലാവരും നന്നാവേണ്ടത് അയാളുടെ ചുമതല കൂടിയാ. മോളെ, ഇപ്പൊ അച്ഛൻ മരിച്ചു എന്ന് കരുതുക. വേണ്ട വേണ്ട വേണ്ട, നീ പറയുന്നത് വേണ്ട, അത് പറയണ്ട. ശരി. അമ്മ മരണപ്പെട്ടു പോയല്ലോ. അമ്മയ്ക്ക് കർമ്മങ്ങൾ ചെയ്യുന്ന ആരാ? നീയല്ലേ? നീ കൃത്യസമയത്ത് അത് ചെയ്യാതിരിക്കുകയും വീഴ്ച വരുത്തുകയും ചെയ്താൽ അമ്മയുടെ ആത്മാവിനെ അത് ബാധിക്കും. എന്തുകൊണ്ടാ? അമ്മയുടെ ആത്മാവിന്റെ പ്രതിരൂപമാണ് നീ. മോൾക്ക് മനസ്സിലാവുന്നുണ്ടാ? സ്വർഗപ്രാപ്തി എന്ന് പറയുന്നത് ഇത്രയും ദുഷ്കരമാകുന്നത് അതുകൊണ്ടാ. ഒരാൾ ഭൂമിയിലെ വാസം അവസാനിപ്പിച്ചു പോയാൽ അയാളുടെ സന്തതി പരമ്പരകൾ അയാളുടെ ആത്മാവിനെ പോലും സ്വാധീനിക്കും. വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമായി വെക്കുക, മരിച്ചുപോയ പൂർവികർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, എന്നിട്ട് ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ എല്ലാം നന്നായിട്ട് നടക്കും. അപ്പോഴേ എല്ലാം നന്നായിട്ട് നടക്കൂ.